ദേശാഭിമാനി വാരാന്ത പതിപ്പുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ എഡിറ്റർ KR അജയനെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. വിഷയത്തിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് CPIM നേതൃത്വം വാരാന്ത പതിപ്പിന്റെ ചുമതലക്കാരനായ അജയന് നോട്ടീസ് നൽകി. അജയന്റെ മുറി പൂട്ടി കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. വിവാദമായ കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റാത്തതിന്റെ പേരിലാണ് നടപടി. ഇതിനിടെ വിവാദ ലേഖനമില്ലാതെ ദേശാഭിമാനി വാരാന്ത പതിപ്പും ഇന്ന് പുറത്തിറങ്ങി. പുറത്തുവന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും BS-ന്റെ അനുസ്മരണം ഒഴിവാക്കിയെന്ന ഹീനമായ വാർത്തയാണ് ചിലരൊക്കെ നൽകിയതെന്നും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M. സുരാജ് ഇന്നലെ പ്രതികരിച്ചിരുന്നു. ദേശാഭിമാനി വാരാന്ത പതിപ്പുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദം കഴമ്പുള്ളതോ? കാണാം RDX ആപ്പ്. ദേശാഭിമാനി വാരാന്ത പതിപ്പുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത കള്ളൻ വിജയൻ ലേഖനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് എഡിറ്റർ KR അജയന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റാത്തതിലും മാധ്യമങ്ങളെ അറിയിച്ച് അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നും കാണിച്ചായിരുന്നു നോട്ടീസ്. അതേസമയം ഇന്ന് പുറത്തിറങ്ങിയ ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ വിവാദമായ ഈ ലേഖനമുണ്ടായിരുന്നില്ല. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പമെന്ന KV സുധാകരൻ എഴുതിയ VS അനുസ്മരണമാണ് വാരാന്ത പതിപ്പിന്റെ 1-ാം പേജ്. ഇന്നലെയാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പടങ്ങിയ വാരാന്ത പതിപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉടലെടുത്തത്. ഞായറാഴ്ച പുറത്തിറങ്ങേണ്ടിയിരുന്ന വാരാന്ത പതിപ്പ് എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ പ്രസിദ്ധീകരിച്ചില്ല എന്നായിരുന്നു ദേശാഭിമാനിയുടെ വിശദീകരണം. ഇതിനു പിന്നാലെയാണ് പത്രം പ്രസിദ്ധീകരിക്കാത്തതിന് പിന്നിൽ TC രാജേഷ് എഴുതിയ കള്ളൻ വിജയൻ എന്ന ലേഖനവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളാണെന്ന വാർത്ത വന്നത്. RDX ന്യൂസ് മലയാളം. ദേശാഭിമാനി വാരാന്ത പതിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അങ്ങനെ ഒരു ലേഖനമേ പതിപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നും ഇന്നലെ M. സുരാജ് വ്യക്തമാക്കിയിരുന്നു. ആ പ്രതികരണം കാണാം. PS-നെ പോലെ ഒരാളെ ദേശാഭിമാനി പോലെ ഒരു പത്രം ആ നിലയിലാണല്ലോ. അപ്പോൾ ഒരു പേജ് മാത്രമായിരിക്കില്ലല്ലോ, അങ്ങനെയാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹമാണ്. നിങ്ങളോട് പറഞ്ഞ ആളുകളെ നിങ്ങൾ ദയവായി തിരുത്തുക, അല്ലെങ്കിൽ അച്ചടിച്ച പത്രം അവരോട് ചോദിക്കുക. ഈ പത്രത്തിൻ്റെ മാറ്ററെല്ലാം ഇപ്പോൾ സോഫ്റ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അച്ചടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രചരിക്കുന്നതെല്ലാം വാസ്തവമില്ലാത്ത കാര്യമാണ്. പത്രം അച്ചടിച്ചിട്ടില്ല, അച്ചടിക്കാതിരുന്നത് നേരത്തെ പറഞ്ഞ തടസ്സം കൊണ്ടാണ്. ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുമായിരുന്ന കാര്യങ്ങളാണ്. VS-നെ ഇതിലേക്ക് വലിച്ചടിച്ചത് അനുചിതമായി പോയി, അത് തീർത്തും തെറ്റായിപ്പോയി. നിങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ഈ കാര്യം ചോദിക്കണം, ഉറപ്പുവരുത്തണം. അത്രേ ഉള്ളൂ. ഇതിനകത്ത് പാർട്ടിക്ക് സമ്മതിക്കാനാകാത്ത ഒരു കാര്യമാണിത് എന്നതുകൊണ്ട് നമ്മളതിങ്ങനെ കാണണം. ഒന്ന്. രണ്ടാമത്തേത്, ദേശാഭിമാനി എന്ന് വെച്ചാൽ സാധാരണ പത്രമല്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖപത്രമാണ്, അവരുടെ ജിഹ്വയാണ്. എന്ന് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായതിനു ശേഷം 10 വർഷം ഭരിച്ച CPM നേതൃത്വമുള്ള സർക്കാർ മാറിയിട്ട് അവർ പ്രതിപക്ഷത്തായിരിക്കുന്നതിന് പിന്നാലെയാണ് ദേശാഭിമാനി കേന്ദ്രമായിട്ട് രണ്ടാമത്തെ ഒരു വിവാദം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താ തോന്നുന്നത്? ഇപ്പോൾ VS ദിനം ോടനുബന്ധിച്ച് അതിനോടടുപ്പിച്ച് വരുന്ന ഒരു വാരാന്ത പതിപ്പ് എന്ന നിലയ്ക്ക് ആ നിലയ്ക്ക് തന്നെയായിരിക്കും ദേശാഭിമാനി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക നേരത്തെ തന്നെ. വാരാന്ത പതിപ്പ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പ്രിൻ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയായിരിക്കില്ല. ഈ സാഹചര്യം കൊണ്ടായിരിക്കും അത് മാറ്റി വെച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കാരണം ഇങ്ങനെ ഒരു ദിവസം ഇന്ന് പ്രസിദ്ധീകരിച്ച മട്ടിലുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ സാങ്കേതികമായി പ്രത്യേകിച്ച് വലിയ തടസ്സങ്ങളൊന്നും ദേശാഭിമാനിക്ക് ഉണ്ടാവാനുമില്ല. പക്ഷേ വളരെ ലളിതമായി പരിഹരിക്കാവുന്ന ഒരു വിഷയം സങ്കീർണമാക്കി കുളമാക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദേശാഭിമാനിയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് നാളത്തേക്ക് ആ പ്രശ്നം, ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ CPIM-ൽ നിലനിൽക്കുമെന്ന് തന്നെയാണ്. അതിന് കാരണം തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ അത് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ കൺഫ്യൂഷൻ്റെ പല രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് ഈ കണ്ടതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇതിനകത്ത് നമ്മുടെ റിപ്പോർട്ടിലടക്കം ഒരു പിഴവുണ്ട്. അത് വേറൊന്നുമല്ല, ഈ കള്ളൻ വിജയൻ എന്നൊരു തലക്കെട്ടില്ല. കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO, ഇതൊരൊറ്റ തലക്കെട്ടാണ്. ഇത് ഒരു അഡ്രസ്സാണ്. ആ അഡ്രസ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ പേരിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം, ഇത് ആദ്യം ഈ TC രാജേഷ് എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമാണ്, മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായി എഴുതിയിരുന്നു ഇതേ സംഗതി തന്നെ. എന്താണ്? മുത്തിപ്പാറ എന്ന ഗ്രാമത്തിൽ, അത് ഒരു വളരെ ഒരു 6-7 കിലോമീറ്റർ അകത്തേക്ക് കയറിപ്പോകേണ്ട ഒരു ചെറിയ ഗ്രാമം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തിൽ ധന്യ നാടക ഗ്രാമം എന്നുള്ള ഒരു നാടക പരിശീലന കളരി ഒരാൾ നടത്തുകയാണ്.
അത് ചെറിയ ഏർപ്പാടുമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. വലിയ നാടകങ്ങളാണ് അവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത്, ആ ഫൈനൽ റിഹേഴ്സൽ നടത്തുന്നത്, അത് കാണാൻ ധാരാളം ആളുകൾ അവിടെ എത്താറുണ്ട്. അങ്ങനെ ഒരു നാടക കമ്പക്കാരനായ ടി സി രാജേഷും അവിടെ പോകുന്നു. വംശം എന്ന് പറയുന്ന നാടകം, ആ നാടകം കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച നാടകത്തിനുള്ള അവാർഡ് കിട്ടിയ നാടകമാണ്. അതിൻ്റെ ഫൈനൽ റിഹേഴ്സലിന് പോകുമ്പോൾ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നത് കേൾക്കുകയാണ്, ഇതിൻ്റെ ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്ന കള്ളൻ വിജയൻ എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. ഒരാളുടെ പേര് കള്ളൻ വിജയൻ അനൗൺസ് ചെയ്യുന്നത് അപ്പോഴും പിടികിട്ടിയില്ല. അടുത്ത നാടകം കാണാൻ പോയപ്പോൾ വീണ്ടും കള്ളൻ വിജയൻ അനൗൺസ് ചെയ്യുന്നപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. ഈ പറയുന്ന വിജയനെ കണ്ടു, അവിടുത്തെ ഈ നാടകക്കാരെ കണ്ടു, സംഘാടകരെ കണ്ടു ചോദിച്ചപ്പോൾ ഇതാണ്. ചെറുപ്പം മുതൽ ഒരു വിളിപ്പേരുണ്ടാവുമല്ലോ എല്ലാവർക്കും ഒക്കെ, മിക്കവാറും ആളുകൾക്ക് വീട്ടിലൊരു മോനെ കുട്ട എന്നൊക്കെ പറഞ്ഞുള്ള വിളിപ്പേര് പോലെ ശ്രീകൃഷ്ണനെ വിളിച്ച മട്ടിൽ കള്ളൻ എന്ന് വിളിച്ചതാണ് വിജയനെ. അപ്പോൾ അതിനേക്കാൾ രസകരമായ കാര്യം, ഈ നാടകത്തിൽ അവിടെ നാടക പരിശീലനത്തിന് വരുന്ന മുഴുവൻ പേർക്കും അവിടെ ഈ വിജയന് സജീവ പിന്തുണയുമായി നിൽക്കുന്ന ഭാര്യയുടെ പേരറിയില്ല, കള്ളീന്നേ അറിയും. അതും അറിയില്ല. അപ്പോൾ ഈ രാജേഷ് ഇത് കണ്ടിട്ടാണ് എഴുതുന്നത്. രാജേഷ് എഴുതിയത് മാത്രമല്ല, ഈ ഫീച്ചറിന് ശേഷം, ഈ ഫേസ്ബുക്കിലെ എഴുത്തിന് ശേഷം നമ്മൾ ന്യൂസ് മലയാളത്തിൽ സ്റ്റോറിയും ചെയ്തിരുന്നു. VSN പോയി സ്റ്റോറി ചെയ്തത് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയും വന്നതാണിത്. ഇത് പിന്നീട് ഒരു പത്രത്തിൽ ഒരു ഫീച്ചർ ആവാനുള്ള വകുപ്പുള്ള സംഗതി ആയതുകൊണ്ട് ടി സി രാജേഷിനോട് ആവശ്യപ്പെടുന്നു. ടി സി രാജേഷ് അത് ഫീച്ചറായി എഴുതി കൊടുക്കുന്നു. വളരെ സാധാരണ മട്ടിലാണ്. കാരണം ഏത് പത്രത്തിലും അല്ലെങ്കിൽ ഏത് വാരികയിലും വരാൻ തക്കവണ്ണമുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം അയാൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു നാടക പ്രവർത്തകനാണ്. അകാലത്തിൽ മരിച്ചുപോയ മകളുടെ പേരിലാണ് ഈ നാടക കളരി തുടങ്ങിയിരിക്കുന്നത്. അത് വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ഏർപ്പാടുമാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന മുഴുവൻ നാടകക്കാരുടെയും ഒരു സങ്കേതവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായ ആ പ്രസക്തിയുണ്ടല്ലോ. അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ പ്രദേശത്തെ CPMകാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതും. ഈ കള്ളൻ വിജയൻ നടത്തുന്ന കളരിക്ക് പ്രോത്സാഹനം നൽകുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് വളരെ സ്വാഭാവികമായി കൊടുക്കുന്ന ഒരു ലേഖനം എന്ന് തന്നെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിലൊരു അസ്വാഭാവികത സ്വാഭാവികമായിട്ടുണ്ടാകും. അത് വേണമെങ്കിൽ ട്രോൾ ചെയ്യപ്പെടാം. കാരണം ദിനത്തിൽ VSനെ കുറിച്ചുള്ള ലേഖനവും എല്ലാം 1-ാം പേജിൽ വരികയും അതിൻ്റെ 4-ാം പേജിൽ വലിയ വലിപ്പത്തിൽ ഈ കള്ളൻ വിജയൻ എന്നുള്ള തുടക്കം ഉള്ള കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്നുള്ള തലക്കെട്ടിട്ട് ഒരു സംഗതി വന്നാൽ അത് ട്രോൾ ചെയ്യപ്പെടും പുതിയ കാലത്ത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പറഞ്ഞ എന്താണ് മറ്റേ വേറൊരു പ്രയോഗമുണ്ടല്ലോ, പിണറായി വിജയനെ വല്ലാതെ ട്രോൾ ചെയ്ത ഒരു കാരണഭൂതൻ എന്നുള്ളതൊക്കെ ഈ പുതിയ കാലത്ത് വല്ലാതെ ട്രോൾ ചെയ്യപ്പെട്ടു പോയ സംഗതിയാണ്. അത് തിരിച്ചടിച്ച് ആയ കാര്യങ്ങളുമാണ്. ഈ കാലത്തെ തിരിച്ചറിയാതെ തിരുവാതിരയൊക്കെ നടത്തുന്ന ചില എഴുത്തുകാരുണ്ടല്ലോ, അവരൊക്കെ കൊണ്ട് കുഴിച്ചടിക്കുന്നതാണ് ഇതെല്ലാം. അല്ലാതെ ഇതെല്ലാം പിണറായി വിജയൻ തീരുമാനിച്ചിട്ട് ശരി എന്നെക്കുറിച്ചൊരു തിരുവാതിര എഴുതിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. ഏതെങ്കിലും ഈ പറഞ്ഞ കാലബോധമില്ലാത്ത മണ്ടന്മാരെന്തെങ്കിലും എഴുതി ഒപ്പിക്കും, അത് ഇങ്ങനെ പ്രശ്നമാകും. പക്ഷേ ഇതങ്ങനെയല്ല. രാജേഷ് വളരെ കാര്യമായി തന്നെ ഈ ഇലക്കത്തിൽ ഇത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് തിരിച്ചറിയാതെ എഴുതി കൊടുത്തതാണ്. എഴുതി കൊടുത്തു. പക്ഷേ ഇത് പ്രൂഫ് തയ്യാറായി 4-ാം പേജിൽ വരുന്നത് ഇങ്ങനെ ഗംഭീരമായി ഈ മട്ടിലാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ എന്താണ് രാജേഷിന് തോന്നിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ രാജേഷ് പറഞ്ഞത് അത് ശരിയല്ലെന്നാണ് എനിക്ക്, അതിനകത്തൊരു കുഴപ്പമുണ്ടല്ലോ എന്ന് എനിക്കും തോന്നി ആ സമയത്ത്. കാരണം ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുമല്ലോ എന്നെനിക്ക് തോന്നി. പക്ഷേ ഇങ്ങനെ തോന്നുന്നത്, ഇങ്ങനെ വിജയൻ കള്ളനാണെന്ന് തോന്നുന്നത് ആർക്കാണ് എന്നുള്ളത് കൂടി തോന്നണം എന്നുള്ളതാണ് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം അതങ്ങനെ ആശങ്കപ്പെട്ട് മാറ്റിവെക്കേണ്ടതാണോ എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട്. പിന്നെ ഇത് ഇരുചെവി അറിയാതെ ഒരു എഡിറ്റർക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ പേജിൽ 4-ാം പേജിൽ ഇത് ഈ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ചിട്ട് ആ 4-ാം പേജിൽ VSൻ്റെ ഒരു വലിയ ചിത്രം അച്ചടിച്ച് അത് പുറത്തിറക്കിയാൽ ഈ ചർച്ചയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ഒരു ചർച്ച ഉണ്ടാവുന്നു. ആ സമയത്ത് ലേഖനം എഴുതാൻ പറ്റാണ്ടൊന്നുമല്ല. അല്ല, ലേഖനം ദേശാഭിമാനിക്ക് ഒരു ലേഖനം 2-3 ലേഖനം എടുത്ത് കൊടുക്കാൻ പറ്റാത്തിട്ടല്ല. അല്ലെങ്കിൽ ഒരു VSൻ്റെ ഒരു പടം അച്ചടിച്ചിട്ട് ആ ഇത് ഇറക്കിയാൽ രാജേഷിനും പരാതി ഉണ്ടാവില്ല, ഈ പറഞ്ഞ കള്ളൻ വിജയനും പരാതി ഉണ്ടാവില്ല, ഇങ്ങനൊരു വാർത്ത ഉണ്ടാവില്ല, മനോരമ അതിന് ടച്ച് നിർത്തേണ്ടിയും വരില്ല. പക്ഷേ സംഭവിച്ചത് എന്താണ്? അത് കുളമാക്കി. അതെന്താ പ്രശ്നം അറിയാമോ? ആ പാർട്ടിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ഉണ്ടായ ചർച്ച എന്താണ്? അതിൽ ഉറകൂടിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവം പ്രകടമായി ഈ തീരുമാനത്തിൽ എന്നുള്ളതാണ്.
അതാണ് ഇതിനെ ഇത്രയും കുളമാക്കിയതും ഇത് മനോരമ അച്ചടിച്ച് വരുത്തിയതും നമ്മളെല്ലാം വാർത്തയാക്കിയതും ഇപ്പം നിന്ന് ചർച്ച ചെയ്യുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അല്ലാതെ ലളിതമായി കൈകാര്യം ചെയ്യാമായിരുന്നു. അത്രേ ഉള്ളൂ അത് തന്നെയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഒന്ന്, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളെ അപമാനിതരാക്കി എന്നുള്ളതാണ്. ഒരാളിപ്പോൾ ജീവിച്ചിരിക്കില്ല വി എസ് അച്യുതാനന്ദൻ, ഒരാൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സുപ്രധാനിയായിട്ടുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള പിണറായി വിജയൻ, നമ്മുടെ സംസ്ഥാനം 10 വർഷമായിട്ട് ഭരിച്ചയാണ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആൾ. 2 പ്രധാനപ്പെട്ട നേതാക്കളെ ഒറ്റയടിക്ക് ഇവർ ഈ വിവാദം കൊണ്ട് ക്ഷീണത്തിലാക്കി, അപമാനിതരാക്കി. ഈ പിണറായി വിജയനെക്കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് പല വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ട്. പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് ലേഖനങ്ങളും മറ്റുമൊക്കെ എഴുതുന്ന പത്രക്കാരോട് തന്നെയും ചെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് അതിശക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് ആരോപണം ഉന്നയിക്കുന്ന നേതാക്കളോട് വ്യക്തിപരമായിട്ട് ചെന്ന് ചോദിക്കുക, ഇദ്ദേഹം കാശടിച്ച് മാറ്റുന്ന ആളാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം മഹാമോശക്കാരനാണെന്നോ ഒരാൾ പോലും പറയില്ല. രാഷ്ട്രീയമായിട്ട് എതിർപ്പ്, പെരുമാറ്റത്തിലെ ധാർഷ്ട്യത്തിലെ എതിർപ്പ്, പിന്നെ CPM-ന് വേണ്ടി CPM-നോടുള്ള രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ്, ഇതൊക്കെയുണ്ട്. അദ്ദേഹത്തെ പറ്റി പല കേസുകളൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി വലിയ രൂക്ഷമായിട്ട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെപ്പറ്റി പലതും പറയുകയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള ആളോട് വ്യക്തിപരമായിട്ട് അത് ചോദിക്കൂ, ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊരു പേര് കേട്ടാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ ഇമേജം കുളിച്ചു പോകുന്നതാണ് എന്നൊന്നും ആരും പറയില്ല. പക്ഷേ ഹർഷം പറയുന്നത് ട്രോളുണ്ട്. പിന്നെ ഇപ്പുറത്ത് VS അച്യുതാനന്ദനും അപ്പുറത്ത് ഇങ്ങനൊരു പേരും കണ്ടാൽ സ്വാഭാവികമായിട്ടും BS പിണറായി പക്ഷത്തെ തർക്കമൊക്കെ ഓർമ്മയുള്ള രാഷ്ട്രീയക്കാർക്ക് അങ്ങനൊരു തോന്നലുണ്ടാകുമെന്ന് ഈ പത്രത്തിൻ്റെ ചുമതലക്കാരിൽ ആർക്കൊക്കെയോ അങ്ങനെ തോന്നിയത് ഞാൻ തെറ്റാണെന്ന് പറയില്ല എന്ന് മാത്രമല്ല, അത് അവരുടെ ജോലി അവർ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സംഗതി വന്നതിന് ശേഷമാണെങ്കിലും ഇന്നത്തെ ദിവസം ഇത് വെക്കേണ്ടതില്ല എന്നൊരു തോന്നലുണ്ടാവുക. പത്രത്തിലൊരു കാര്യം മാറ്റാൻ എത്ര സമയം വേണം? ചെറിയ നിസ്സാരമായിട്ടുള്ള സമയം മതി. ഇനി അത് പരിഹരിക്കാൻ ഒരുപാട്, ഇപ്പം നമ്മൾ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അവരെ പോലെ ഒരു വലിയ പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ ആളുകളെ നമ്മളായിട്ടൊക്കെ ഉപദേശിക്കരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രശ്നം ഇത്രക്ക് വലുതാവാതിരിക്കാതെ ചെയ്യാൻ പിറ്റേന്ന് ആരും അറിയാത്ത വിധം വാരാന്ത പതിപ്പ് അവിടേക്ക് വരാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താ വെച്ചാൽ BS അച്യുതാനന്ദൻ ഈ രാജ്യത്തെ തന്നെയും രാഷ്ട്രീയ നേതാക്കളിൽ BJP-യുടെയും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും സകലമാന രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു നേതാവിനെ ഒരു ബുദ്ധിമുട്ട്, അദ്ദേഹത്തിൻ്റെ പേരിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പേരൊന്നും മാറിപ്പോകുന്നില്ല, പക്ഷേ എന്നാലൊരു വിഷമം, ഒരു ചെറിയൊരു സംഗതി അവിടെ ഉണ്ടായി. പിണറായി വിജയനും ഇങ്ങനെ ഉണ്ടായി. ദേശാഭിമാനിക്ക് സ്വരാജിന് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നതോടൊരു പിറ്റേന്ന് ഇന്ന് മനോരമയിലുണ്ടല്ലോ, നമ്മൾ വാർത്ത കൊടുത്തത് ഇന്ന് മനോരമയിലുണ്ട്, എൻ്റെ അടുത്ത് ഫോട്ടോ വാങ്ങിച്ച് പോയിരുന്നു, എന്നെ വന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നതോടുകൂടി ഈ സംഗതികളെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇരുചെവി അറിയാതെ ഒരു പത്രം എന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നു, ആരൊക്കെ മാറ്റിവെക്കുന്നു, അത് അവരുടെ പത്രത്തിൻ്റെ പണി അതല്ലേ. അപ്പോൾ അത് ചെയ്യാമായിരുന്നത് ചെയ്തില്ല, അത് ഇങ്ങനൊരു പ്രശ്നമായി മാറി. അതിനകത്ത് എഡിറ്റർക്കെതിരെ ഇപ്പം നടപടി എന്നൊക്കെ കേൾക്കുന്നു. പിന്നെ എഡിറ്റർക്ക് വളരെ കൂളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമായിരുന്നു അത്. ഇങ്ങനൊരു പ്രശ്നം വന്നാൽ പിന്നെ അതിനകത്ത് മേലുകീഴ് നോക്കണ്ട. ഒരു സാധാരണ പത്രം പോലെയല്ലല്ലോ. ഒരു പാർട്ടി പത്രത്തിന് അതിൻ്റേതായുള്ള ചില ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഉത്തരവാദിത്തങ്ങളും ചില കാര്യങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ മനോരമയും ദേശാഭിമാനിയും തമ്മിൽ വലിയ ഫൈറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് പറയുക. പക്ഷേ പണ്ട് പിന്നെ എന്താണ് കുറച്ചു കാലം മുമ്പൊക്കെ പരസ്പരം സഹകരിച്ചിട്ട് ചില പരിശീലന പരിപാടികൾ നടത്തുക, ഇതൊക്കെ ചെയ്യുന്ന ആളാണ് മനോരമയും ദേശാഭിമാനിയും. ദേശാഭിമാനിയുടെ വാർഷിക പരിപാടികളിലൊക്കെ മനോരമയുടെ മുതിർന്ന പത്രക്കാർ ദേശാഭിമാനിയെ നന്നായിട്ട് പറയുകയും, ദേശാഭിമാനി നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരുടെയും ഈ പാർട്ടി വ്യത്യാസമില്ലാതെ പത്രം വായിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട വാർത്താ സ്രോതസ്സാണ്. ഇപ്പോഴല്ലേ ഈ പത്രങ്ങൾ ഒരല്പം അങ്ങോട്ട് മാറിയിട്ട് ദൃശ്യമാധ്യമങ്ങളും മറ്റുമൊക്കെ മുന്നിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും അവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും പ്രാധാന്യപ്പെട്ടൊരു പാർട്ടി പത്രത്തിൻ്റെ ഇങ്ങനൊരു ചർച്ച വന്നാൽ ഉടനെ ഇത് നാളെ എന്തായാലും വരണം. അതിലവർ ഏറ്റവും വലിയ വീഴ്ച വരുത്തി അതാണ്. ഞായറാഴ്ച എന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞായറാഴ്ച വാരാന്ത്യ പതിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയെ ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതല്ല എന്ന് പറയുന്നതോടെ ആളുകൾക്കുള്ളൊരു ക്യൂരിയോസിറ്റി വളരും. എന്തുകൊണ്ട്? പിന്നെ ഇന്നത്തെ കാലത്ത് അതൊന്നും പുറത്തേക്ക് വരിക എന്നുള്ളത് വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. ഇത് സത്യത്തിൽ ദേശാഭിമാനി പത്രത്തിൻ്റെ എന്തെങ്കിലും സാങ്കേതിക പിഴവിനൊന്നുമല്ല ഇത് തെളിവ് നൽകുന്നത്. ഇത് CPM എന്ന് പറയുന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം വരെയും നമ്മൾ സുഘടിതമെന്നും അതിശക്തമെന്നും കണ്ടിരുന്ന ഈ പാർട്ടിയുടെ സംഘടനാ ശരീരത്തിലുണ്ടായിരിക്കുന്ന വിള്ളൽ എത്രമാത്രം വലുതാണ് എന്ന് കാണിച്ചു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർക്കത് അടക്കാൻ പറ്റിയേക്കും. പക്ഷേ അവരുടെ പാർട്ടി പത്രത്തിൽ ഇത് വേണ്ട ഇത് വേണം എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു കേസ്. ഇത് അതിൻ്റെ മേളിൽ പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം കൊണ്ട് പത്രത്തിൻ്റെ ഒരു പതിപ്പ് ഇറങ്ങാതെ വരുന്നു. അതേക്കുറിച്ചിട്ട് റെസിഡൻ്റ് എഡിറ്റർക്ക് വന്ന് ഇങ്ങനെയൊന്ന് പറയേണ്ടി വരുന്നു. അവിടെ ഈ പറയുന്ന പരിശോധന നടത്തുകയും എക്സ്പ്ലനേഷൻ ചോദിക്കുക സ്വാഭാവികമാണ്. കമ്പ്യൂട്ടർ എടുത്ത് പുറത്തു വെക്കേണ്ടി വരുന്നു. അത് വാർത്തയായിട്ട് പുറത്തേക്ക് വരുന്നു. ഇതിന് തൊട്ട് മുമ്പാണെങ്കിൽ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നപ്പോൾ അതിൻ്റെ തെറ്റായൊരു വേർഷൻ, പാർട്ടിയുടെ സമ്മതമില്ലാത്തൊരു വേർഷൻ ദേശാഭിമാനിയുടെ മുൻപേജിൽ വരുന്നു. അതേക്കുറിച്ച് പിറ്റേന്ന് വരുന്ന വാർത്തയിൽ വീണ്ടും വിഴിഞ്ഞം പോർട്ടിൽ 49%
ഓഹരി ഇദ്ദേഹം വാങ്ങിയിരിക്കുന്നത് തെറ്റായ കാര്യം വരുന്നു. അതേക്കുറിച്ച് നേതാക്കൾക്ക് പറയേണ്ടി വരുന്നു. ഇവർ നേരിടുന്ന പ്രതിസന്ധി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടി യുടെ വലുപ്പം കൊണ്ട് മാത്രമല്ല, എത്രമാത്രം ആന്തരികമായിട്ടുള്ള വിള്ളലുകൾ വന്നു എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നത്. എനിക്കിത് പറയുന്നതിൽ മടിയൊന്നുമില്ല. വിള്ളലുകൾ വന്നു എന്ന് കാണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ പാർട്ടി പത്രത്തിലെ ഈ കൺഫ്യൂഷനെ കാണുന്നത്. അത് ഇത്രമേൽ വലിയ ഒരു സിംബോളിക്കായിട്ടും മറ്റുമൊക്കെ വരേണ്ടിയിരുന്നോ എന്നൊരു പ്രശ്നമാണ് ഇതിനകത്ത്. ഇങ്ങനെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ ഒരു പേര് വന്നാൽ, ഒരു പരാമർശം വന്നാൽ, ട്രോൾ ചെയ്യപ്പെട്ടാൽ അങ്ങനെ ഇവരുടെ ഒന്നും മഹത്വം ഇടിഞ്ഞു പോകുമോ? ഇല്ലല്ലോ. ഇപ്പൊ കെ കരുണാകരൻ, എ കെ ആന്റണി, ഈ നേതാക്കൾക്കെതിരെയൊക്കെ ഇതുപോലെ പല പേരുകളും കേരളത്തിൽ പ്രചരിച്ചിട്ടുള്ളതല്ലേ. അതൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും ആശാന്മാരായിട്ടുള്ള CPM തന്നെ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ആരുടെയെങ്കിലും ആ മഹത്വം ഇടിഞ്ഞു പോയിട്ടുണ്ടോ? അതുകൊണ്ട് അല്ല, ഇതിപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന ഇപ്പോൾ VD സതീശന് 2 മാസം കൊണ്ട് എന്തൊക്കെ പേരുകളുണ്ട്. യു ടേണ്, നുണേശൻ അതിനു മുമ്പുണ്ടായിരുന്നതാണ്. അത് ആ പദവിയിലേക്ക് എത്തിയാൽ അത് വലിയ പദവിയാണ്. മുഖ്യമന്ത്രി രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ പദവിയാണ്. ആ പദവിയിലേക്ക് എത്തിയാൽ അങ്ങനെ തന്നെയാണ്. കരുണാകരനൊക്കെ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്യപ്പെട്ടത്? ഇതിനകത്ത് ഒരു കാര്യം കൂടെ കാണേണ്ടത് ഹർഷ, അതായത് നമ്മുടെ കാലത്തേക്ക് ഈ സമീപകാലത്ത് വന്ന, നമ്മുടെ നാട്ടിലേക്ക് സമീപകാലത്ത് വന്ന ഈ വല്ലാത്ത തോതിലുള്ള പ്രചാരണം, ഇത് പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണം, യൂട്യൂബ് ചാനലുകൾ, ഈ കള്ളം പറയൽ, ഈ പറയുന്ന ആളുകളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കൽ, അതിൻ്റെ പ്രഭാവം എത്രത്തോളം വലുതാണെന്ന് കൂടെ കാണിക്കുന്നതാണ്. അതായത് ഇവർക്കെല്ലാവർക്കും അറിയാം, ദേശാഭിമാനി പത്രത്തിലെ ആളുകൾക്കും ആ പാർട്ടിയുടെ നേതാക്കൾക്കും എല്ലാം അറിയാം അവരുടെ നേതാവ് കള്ളൻ എന്ന് വിളിച്ചാൽ അവരുടെ എന്തെങ്കിലും തരത്തിൽ ചീത്തപ്പേരുണ്ടാകുന്ന ആളല്ല. അത്രയ്ക്ക് അവർ വളരെ ഒരു നേതൃസൂര്യനായിട്ട് കാണുന്ന ആളാണ് പിണറായി വിജയൻ. അവർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അവരെപ്പോലും സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ ഈ പേര് ഇതിനകത്ത് എഴുതിയാൽ ഞങ്ങളുടെ നേതാവിനെ പറ്റി തെറ്റിദ്ധരിക്കുമോ ജനം, അല്ലെങ്കിൽ ട്രോൾ ചെയ്യപ്പെടുമോ എന്ന ഭയം അവരെപ്പോലും ഇത് ചെയ്യുന്ന വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ വളർന്നിരിക്കുന്നു. ഇപ്പം കുറച്ച് മുമ്പ് വരെയാണെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും വരുന്നതിനെ ഞങ്ങൾ അത് തന്നെയാണ് എന്ന് പറഞ്ഞങ്ങ് നേരിടുകയായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സവിശേഷതയെങ്കിൽ, പ്രത്യേകിച്ചും ഈ കേഡർ പാർട്ടികളുടെ സവിശേഷതയെങ്കിൽ, ഇപ്പോൾ അവർ പോലും ഈ പ്രചണ്ഡമായിട്ടുള്ള പ്രോപ്പഗാൻഡ പ്രചാരണത്തിൽ ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലൊക്കെ വെച്ചിട്ടുള്ള ഇമാതിരി കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് എറിഞ്ഞു തെറപ്പിക്കുന്നതിന് അവർ പോലും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഉള്ളിൽ പോലും ആന്തരിക ശൈഥില്യം ഉണ്ടായിരിക്കുന്നു എന്നതുകൂടെ ഇതിൻ്റെ ഒരു കാരണമാണ് എന്നെനിക്ക് തോന്നുന്നു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെടുത്തിയാണ് ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിഷയത്തെ പല മാധ്യമങ്ങളും കൂട്ടിയിണക്കിയത്. എന്ന് പിന്നീട് അതൊരു ലേഖനവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം മാത്രമാണെന്നും പലരും തിരുത്തി. എന്നാൽ വാർത്തയിൽ ഇടം നേടിയ കള്ളൻ വിജയൻ എന്ന ലേഖനമേ ഇല്ല എന്നായിരുന്നു CPIM നിലപാട്. എന്നിട്ടും ഇന്ന് ഇതേ ലേഖനവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ വാരാന്ത പതിപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന KR അജയന് നോട്ടീസ് നൽകിയെന്ന വാർത്തയും പുറത്തു വരുന്നു. എവിടെയോ ആർക്കോ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പലരും കരുതുന്നു. അതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ദേശാഭിമാനിയുടെ നേതൃത്വമുള്ളവർക്ക് ഒരുപക്ഷേ അവരത് നൽകിയേക്കാം, അല്ലെങ്കിൽ ഈ നിലക്കങ്ങ് അവസാനിപ്പിക്കാനാണ് സാധ്യതയുള്ളത്.